ക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വുഡ് ഫാർം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഓട്ടോമാറ്റിക് വുഡ് ഫാർമൊന്നും അല്ല, നമ്മൾ തന്നെ ഇരുന്ന് പണിയെടുത്തുണ്ടാക്കുന്ന ഒരു വുഡ് ഫാർം. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വുഡ് മൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഫാക്ടറി ഐലൻഡ് കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ഒരു വ്യത്യാസം തോന്നണം. കാരണം ഞാനിവിടെ കുറേ ഭാഗമൊക്കെ വെട്ടി നിരത്തിയിട്ട് ഒരു ചെറിയ ഇതാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ലോണം വലുതാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ ടോർച്ചൊക്കെ അടിയിൽ വെച്ചിട്ട് സ്ലാബ് വെക്കുന്നൊരു പരിപാടി ഉണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് മടിയാണ്. ഇത്രയും കാലം വീഡിയോ ഇടാത്തതിനും മടിയാണ്. എനിക്ക് മടിയാണ് എൻ്റെ പ്രധാന കാരണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യുന്നതിന് മടീൻ്റെ പ്രശ്നം ഇളകും. മടീൻ്റെ പ്രശ്നം ഇളകിയാൽ പിന്നെ പണി കിട്ടും. ഓക്കെ. അയ്യോ അമ്മേ, ഞാൻ ഇപ്പോഴും ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അമ്മായി മൈൻ ഞാൻ ഇൻട്രോ പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. പറഞ്ഞു ഞാൻ കുറേ സാധനങ്ങളൊക്കെ ബാംബു വാണ്ടറിങ് ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് അത് കുറേ കാലം മുമ്പ് മേടിച്ചത്. എൻ്റെ താൽക്കാലികമായിട്ടുള്ള വുഡ് ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് മേടിച്ചത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ എടുത്ത് ഞാൻ കുറച്ചുകൂടെ അങ്ങ് പ്ലാൻ ഇതുകൊണ്ടിരിക്കുന്നു ബാംബുവിൻ്റെ അറ്റം. ചെറിയ ഒരു ലാഗുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്കെന്നാൽ പണി അങ്ങ് തുടങ്ങിയേക്കാം. ഇതിപ്പോൾ ഒരു 10x10 ഞാൻ എടുത്തേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും 10, അങ്ങോട്ടും 10. നമുക്ക് വേറൊരു കാര്യം ചെയ്യണം, ഇതുണ്ടാക്കണം. ഒരു വാട്ടർ പോക്കറ്റ്, അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടി കുഴിക്കാം. അല്ലാതെ ഇതാക്കൊന്നും വേണ്ട, കുഴിച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കുഴി അങ്ങ് കുഴിക്കണം. 1, 2, 3. ഓക്കെ, അങ്ങോട്ട് പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങോട്ട് പോകും. അവിടെ ഞാൻ അടിയിൽ ഇത് വെച്ചിട്ട് ടോർച്ച് വൈ അടിച്ചാൽ എന്താ വരാത്ത? ഇത് വൈ അടിച്ചാൽ സാധാരണ മറ്റേ അവിടെ സാധനം ഉണ്ടല്ലേ. കുറച്ച് ബോൺ മീനും ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ ഗ്രാസ് എല്ലാം കൂടി എടുത്തിട്ട് ഞാനൊരു കമ്പോസ്റ്റർ വെച്ച് കമ്പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ടങ്ങ് നീക്കി ഉണ്ടാക്കാം. 1. അപ്പോൾ ഇവിടെയും ഉണ്ടാകും മറ്റേ കുന്ത്രാണ്ടം. മറ്റേ പിറ്റാസ്ക്. ഇന്ന് ഞാൻ എൻ്റെ സാധാരണ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ് അല്ല ഞാൻ ഉപയോഗിച്ചത്, വേറെ ഹെഡ്സെറ്റാണ് ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്സെറ്റിനകത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇൻറ്റേർണൽ വോയിസ് ഉള്ള സ്ക്രീൻ റെക്കോർഡറാണ് എൻ്റെത്. അത് വെച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും ഇൻറ്റേർണൽ വോയിസ് കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ഹെഡ്സെറ്റ് കാരണമാണ്. ഇപ്പം ഞാൻ സാധാരണ ഇയർഫോണാണ് അവിടെ കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. സാധാരണ ഒരു ഇയർഫോൺ. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പഴയ ഹെഡ്സെറ്റാണോ അതോ ഇത് ഉപയോഗിച്ച് ഇടുന്നതാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. വെള്ളം ഞാനിട്ട കഴിഞ്ഞ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ല അല്ലേ? ഞാൻ കണ്ടത് നിങ്ങൾ കള്ളമൊന്നും പറയണ്ടേ. ഞാൻ കണ്ടത് അതിൻ്റെ വ്യൂസ് തീരെയും വ്യൂസ് ഇല്ല. ഞാൻ കണ്ടതാ. ഇതൊരിക്കോ ഓക്കെ. നല്ല ലാഗ്, എന്താ അറിയത്തില്ല. ഇവിടെ മഴയും തുടങ്ങി. അതാ പ്ലേസ് ബട്ടൺ ഇതാ. ഓക്കെ, നമുക്ക് നടുക്കുന്ന വെള്ളം എടുക്കാം. നൈറ്റുമായി.
ഇവിടെ ഭയങ്കര മഴയാണ്. മഴ തുടങ്ങി, ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ മഴ. ഓക്കെ, കിടന്നുറങ്ങി. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇതിലൂടെ പോയി. നമ്മൾ ബക്കറ്റ് വെള്ളം ഇവിടെ ഒരെണ്ണം ഒഴിക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ഒഴിക്കുക. ഇവിടെ മഴ മാത്രം മതിയായിരുന്നു. ഇടി ഉണ്ടെങ്കിൽ ഞാൻ ഈ റെക്കോർഡർ ഓഫാക്കി വെച്ചിട്ട് ഇറങ്ങി പോകേണ്ടി വരും. ഇവിടെ നിന്ന് എടുക്കുക. കറക്റ്റ് 4 ബ്ലോക്ക് നടുക്ക് വരേണ്ടതാണ്. കാരണം ഇത് 10x10 അല്ലേ, 4 എണ്ണമാണ് വരണ്ട. വന്ന് ഇനി നമുക്ക് 2 ജസ്റ്റ് എടുത്തിട്ട് 2 ചെസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ആയിട്ട് 2 കുഴി അങ്ങ് വെട്ടണം. അയ്യോ, ഇതിവിടെ, പിന്നെ ഇതിവിടെ. അയ്യോ, ഞാൻ ട്രാപ്പ് ഡോറ്, എൻ്റെ ഈ വുഡ് ഉണ്ടല്ലോ, സ്ക്രൂസ്, അത് വെച്ചിട്ടുണ്ട് ഒരു ട്രാപ്പ് ഡോർ അങ്ങ് ഉണ്ടാക്കണം. അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ലാഗ്. ഇവിടെ ഭയങ്കര കൊതുക് ശല്യം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മുകളിലത്തെ നിലയിലൊക്കെ കയറാൻ പറ്റുന്നില്ല. ഞാൻ ഈ കൊതുകാടിയും കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ സമ്മതിച്ച് തരണം. ക്രാഫ്റ്റ് അങ്ങടിച്ച് 2 ക്രാഫ്റ്റ് ചെയ്തോ. ഇതിനകത്ത് ഇനി ട്രാപ്പ് ഡോർ ഇതാൻ്റെ ഇരിക്കുന്നു. എനിക്ക് അവിടെ കുഴിച്ചിട്ട് 2 അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2 കുറവാണ്. അതെങ്ങനെ? ഞാൻ 4 ക്രാഫ്റ്റ് ചെയ്തോളോ. ഒന്ന് അടിച്ചോട്ടെ. ഇനി ഒന്നുകൂടെ കയറിയാലോ. ഞാൻ ഓൾറെഡി 2 ക്രാഫ്റ്റ് ചെയ്ത്. ചേടാ, വെറുതെ അല്ല. ലാഗ്. നമുക്കിനി ഒരു സാധനം വിടാം. വൈ അടിക്കണം. സ്ലാബ് 2 പോരട്ടെ. ഇത് എൻ്റെ ഹോപ്പറിൻ്റെ സാധനത്തിൽ ബാക്ക് നമ്മുടെ ഇതെടുത്തിട്ട് ഈ കുന്തറ സുനാപ്ലിക്കേഷൻ എടുത്തിട്ട് അതിന് മുമ്പ് അവിടെ പോയിട്ടോ 4 കുഴി അങ്ങ് വെട്ടിയിട്ടെ. 2 3 4. ഇനി ഞാൻ അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ മൈൻഡ് ചെയ്ത് ഇതിൻ്റെ അടിയിലല്ലേ എത്തുക. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഴിയും കൂടി കുഴിച്ചു. ഇവിടെയും കൂടി കുഴിച്ചിട്ട് ഇവിടെ നമ്മൾ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇത് ഇവിടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത് തുറന്നിട്ട് ഇവിടേക്ക് കയറിയിട്ട് ഇതങ്ങ് അടയ്ക്കണം. അന്നേരം നമ്മൾ ഇതിൻ്റെ പറന്ന് ഇതിൻ്റെ അടിയിൽ കയറും. ഇങ്ങനെ കുഴിച്ച് അതിൻ്റെ അപ്പുറത്ത് പോകണം. അവിടെ ആ കുഴി കാണുന്നിടം വരെ മൈൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ കുഴി കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോപ്പർ കയ്യിലേക്ക് എടുക്കണം.
അത് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ട്രാപ്പ് ഡോർ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഒന്ന് കയറിയിട്ട് വൈ അടിച്ചിട്ട് ഞാനെന്തിനാ ക്ലിക്ക് ചെയ്യുന്നതല്ല നിങ്ങളോട് പറയുന്നത്. ഇവിടെ 2 ബ്ലോക്കും കൂടി വെക്കണം. നാളെ ഞാൻ പരമാവധി വീഡിയോ ഇടാൻ നോക്കാം. പ്ലേസ് ഇവിടെ ഇങ്ങനെ ഇനി ഈ ഹോപ്പറെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ബാക്ക് ഈ ഹോപ്പർ ക്രൗ ചെയ്തില്ല. ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് പറന്ന് ഇതിൻ്റെ മണ്ടയിലേക്ക് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോപ്പർ വെക്കണം. അപ്പം നമ്മളതിൽ ബാക്കി 5 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്നുകൂടെ നമ്മൾ നേരത്തെ ചെയ്ത പണി. അയ്യോ അതങ്ങനെയല്ല. അപ്പോൾ പണി കിട്ടും അങ്ങനെ ചെയ്താൽ. അപ്പോൾ എനിക്ക് ഹോപ്പർ കൂടുതൽ വേണ്ടി വരും. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് കുഴിച്ചു. അപ്പം ഇവിടുത്തെ ഹോപ്പർ എടുത്തിട്ട് ഇതും എടുക്കണം. ഇതും പൊട്ടിച്ചെടുത്തിട്ട് ഇതും അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ക്രൗ ചെയ്തിട്ട് ഇത് നോക്കി നിൽക്കുന്ന രീതിയിൽ ഈ 2 ഹോപ്പർ നോക്കി നിൽക്കുന്ന രീതിയിൽ ഇത് ഇങ്ങോട്ട് വെക്കണം. ഇതും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ക്രൗ ചെയ്യൽ മാറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ സെറ്റ് അയ്യോ പോയേ. ഇനി ഇത് ഇങ്ങോട്ടായിട്ട് ഈ 2 ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയണം. ഇത് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ചെസ്റ്റ് ഇരിപ്പില്ല. അപ്പം ഇവിടെ എനിക്ക് 2 ബ്ലോക്ക് ഓക്കെ നമുക്ക് ഇത് ഇവിടെ ചെസ്റ്റായിട്ട് കൂട്ടാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു വഴിയുണ്ട്. നമുക്കൊരു ബ്ലോക്ക് എടുത്ത് ഇത് ഇവിടെ വെച്ചിട്ട് ഈ നമ്മൾ ഹോപ്പർ കയ്യിലേക്ക് എടുത്തിട്ട് ബാക്ക് നീ ഇവിടെ ഇരുന്നിട്ട് ക്രൗ ചെയ്യാൻ പറ്റിയല്ലോ. പണി കിട്ടി. കുലുക്കി എൻ്റെ ഹെഡ്ഫോണും കുലുങ്ങി. ഇവിടെ നിന്നിട്ട് അങ്ങനെ ക്രൗ ചെയ്യാ. ഓക്കെ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ അങ്ങ് കുഴിച്ചങ്ങ് മാറ്റുക. ഓക്കെ ഇപ്പം ഞാൻ നേരെയായി. ഓക്കെ ഇനി ഇവിടെ നിന്ന് ക്രൗ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഇനി ഒരൊറ്റ ഹോപ്പറും കൂടി മതി. അതവിടെ ഇരിപ്പുണ്ട്. അയ്യോ വെള്ളം. ഓക്കെ നമ്മൾ വെള്ളം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് തന്നെ പോയിട്ട് ഇവിടുന്ന് വീണ്ടും ക്രൗ ചെയ്തിട്ട് ഇപ്പോട്ടെ ഇങ്ങനെ പ്ലീസ് എന്താ ചെയ്യാൻ പറ്റാത്ത എനിക്ക്. അപ്പോൾ പ്ലേസായി. ഇനി ഇവിടെയൊക്കെ എന്തൊക്കെ ഐറ്റം വീണാലും ഇനി നമ്മുടെ കുഴിച്ചെടുത്ത ഡെർട്ട് മുഴുവൻ 25 ഡെർട്ട് വൈ പ്ലേസ് ഇവിടെയും ചാടി കയറിയിട്ട് പ്ലേസ്
ഇത് ഇവിടെ കൊത്തി ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഈ ട്രാപ്പ് ഡോർ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചെസ്റ്റ് അയ്യോ ഇതിങ്ങനെയല്ല, പൊട്ടിച്ചെടുക്കട്ടെ. ഇത് ഇവിടെ. ഓക്കെ, നൈറ്റും ആകുന്നുണ്ട്. ലെഫ്റ്റ് കീഴ് ഞെക്കി അങ്ങ് പിടിച്ചേക്ക. ഓക്കെ, നീ ഇതിങ്ങനെ എന്നിട്ട് ഇതിവിടെ. അയ്യോ ഇതിവിടെ. ഇനി നമ്മുടെ ഇതങ്ങ് തിരിച്ചു വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ക്രൗൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതങ്ങ് എടുത്തിട്ട് ഇവിടെ ഒരു പില്ലർ അങ്ങ് ഉണ്ടാക്കണം. ഓക്കെ, ഇത്ര ഹൈറ്റിൽ. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഗ്രാവ് ചെയ്തിട്ട് ഇത് 4 ബ്ലോക്ക് ആക്കണം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കളയാം. പൊട്ടിച്ച് കളയാറായില്ല. പൊട്ടിച്ച് കളയാം. ഇത് അത് ഇത്. ഓക്കെ, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഇങ്ങനെ. ഓക്കെ, ഇനി എനിക്ക് ഇതിലൂടെ നടന്നു പോകുന്നത് ഇവിടെ സ്ക്രൂസ് വെച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതടിക്കണം. ഇത് നമ്മുടെ സ്ക്രൂസ് ലോഗ് എടുക്കണം. ബോൺ മീഡ് ഞാൻ 16 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിവിടെ വെച്ചിട്ട് 1 2 3. മെസ്സേജ് നോട്ടിഫിക്കേഷൻ 4. നീ നമുക്ക് ബോൺ മീൽ ഇങ്ങോട്ട് എടുക്കട്ടെ. ബി അടിച്ചിട്ട് 2. എന്താ പ്ലാന്റ് ആകത്ത്? ഇതൊരു പ്രശ്നമുണ്ടോ? എന്താ പ്ലാന്റ് ആവാത്തെ? പ്ലാന്റ് വളർന്ന്. ഇത് വലിയ മരമാണോ ചെറിയ മരമാണോ? ഓക്കെ, മിനിമം ആ ഹൈറ്റിൽ. അപ്പോൾ എൻ്റെ മറ്റേ കുറേ സ്കാർഫോളിങ് ഉണ്ടായിക്കൊണ്ട് വരട്ടെ. ഞാൻ കുറേ ബാമ്പൊക്കെ ഫാർം ചെയ്ത. എന്തത്? എൻ്റെ കൺട്രോളറിൻ്റെ ജോയിസ്റ്റിക്കിൽ നിന്നൊരു പട്ടയുന്നൊരു സൗണ്ട് അങ്ങ് കേട്ട്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അയ്യോ നമ്മളെ അപ്പോൾ എന്താണ് അതാ സ്കാർഫോളിങ് ഉണ്ടാക്കാൻ വേണ്ടി എന്തുവാ വേണ്ടേ? അശ്ശോ, സ്കാർഫോളിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതായിരുന്നല്ലോ. എനിക്ക് മറന്നുപോയി. ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അത് മറ്റേ ഇതുണ്ടാക്കണം തോന്നുന്നു. ബാമ്പു ബ്ലോക്ക് ഉണ്ടാക്കണോ? അയ്യോ, എന്തോറ്റി? അല്ല, ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ മറന്നുപോയി. ഞാൻ ഉണ്ടാക്കിയതാ, പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. സ്കാർഫോളിങ് സെർച്ച് ചെയ്ത് നോക്കാം. അതായിരിക്കുന്നു. അതിന് ബാമ്പു ബ്ലോക്കാണ് വേണ്ടതെന്ന് തോന്നുന്നു. സ്ട്രിങ് വേണമായിരുന്നു അല്ലേ?
എൻ്റെ പെട്ടിക്കകത്ത് അല്ല എൻ്റെ അയൺ ഫാമിൽ കുറച്ച് സ്ട്രിങ് ഇരിപ്പുണ്ട് എന്ന് തോന്നുന്നു. അതോ ഞാനത് മുഴുവൻ എടുത്ത് വൂളുണ്ടാക്കിയോ? പുതിയ അയൺ ഫാമിലേക്ക് പോകാൻ എനിക്ക് മടിയാ. നീന്തി പോടാനുള്ള സ്ഥലം ഓക്കെ. ഓ 8 സ്ട്രിങ് ഉണ്ട്. എൻ്റെ പെട്ടിക്കകത്തുണ്ടാവുമോ? വൂള് വെച്ച് നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, കുറച്ച് നമുക്ക് അവിടെ നിന്ന് എൻ്റെ പഴയ വുഡ് ഫാർമിൽ നിന്ന് എടുക്കാം. അല്ല, നമുക്ക് സ്കാർഫോളിങ് വെച്ചാലോ? സ്കാർഫോളിങ് തന്നെ നോക്കാം. പിന്നെ ഈ സ്കാർഫോളിങ് പ്ലേസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ചാടി പ്ലേസ് ചെയ്യണ്ട. നിലത്ത് നിന്നിട്ട് അങ്ങ് ഇവിടുന്ന് ചാടി പോകാൻ പറ്റിയില്ല. ഓ, എൻ്റെ ഹെഡ്സെറ്റ്, എൻ്റെ ഹെഡ്ഫോൺ. ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ അല്ല, ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്ത ഒരു വർക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സ്കെൽട്ടൺ അങ്ങ് വന്നേ. ഞാനൊരു കൺട്രോളിന് എഴുതപ്പോൾ എറിഞ്ഞാനെ. അല്ല, ഓക്കെ, നമുക്ക് സ്ട്രിങ് ഒക്കെ എടുത്തോണ്ട് വന്നു. ഓട്. സ്കാർഫോളിങ് 48 ഉണ്ടാക്കാം. അപ്പോൾ 48 ബ്ലോക്ക് നമുക്ക് മുകളിലേക്ക് പോവാം. ഉണ്ടോ? ഞാൻ കൈ കൊണ്ട് സെലക്ട് ചെയ്ത് ക്രാഫ്റ്റ് ആള്. അപ്പോൾ വൈ അടിച്ചാൽ മതി. അപ്പോൾ വൈ അല്ല, അപ്പോൾ ക്രാഫ്റ്റ് അപ്പോൾ അടിക്കേണ്ടി വരും. ഓക്കെ, 48 ക്രാഫ്റ്റ്. പക്ഷേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? ക്രാഫ്റ്റിന്ന് ഇത് ഞാൻ ഉണ്ടാക്കിയത് വേറൊരു ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കും. ക്രോപ്സ് ഫാർം, എല്ലാ ക്രോപ്പും അതിനകത്ത് ഒരുവിധം എല്ലാ ക്രോപ്പും ഉണ്ടാകും. ഇത് ഇങ്ങോട്ടിരിക്കട്ടെ. ഇത് നമുക്ക് ഇവിടെ ആയിട്ടുണ്ടാക്കാം. ചാടി ഞാൻ വെക്കുക. അതാകുമ്പോൾ നമുക്ക് അളക്കാലോ. കുറച്ചുകൂടെ വലുതാക്കാം. ഇതൊക്കെ ചെറിയ മരമാണ്. വലുത് വളരുമ്പോൾ നമുക്ക് പണി കിട്ടും. ഓക്കെ, ഇത് മതിയായിരിക്കും. ഓക്കെ. അയ്യോ, ഇവിടെ നിങ്ങൾ താഴേക്ക് വീണ എൻ്റെ കിളി. ഇപ്പം ഞാൻ താഴേക്ക് വീണേനെ. ഇനി നമുക്ക് ക്രൗ ചെയ്യാൻ പറ്റൂലേ? ഓ, ക്രൗ. ഓക്കെ, ഇപ്പം ഞാൻ ക്രൗ ചെയ്താണോ ചെയ്യുന്നത്? ബേക്ക്. ഇപ്പം ഞാൻ ക്രൗ ഓക്കെ, പ്ലേസ്.
ഇനി ബി അടിച്ച് ക്രൗ ആയിട്ട് രണ്ട് ഓക്കെ. ഇനി ഇതങ്ങ് പൊട്ടിച്ച് മാറ്റടാ. പൊട്ടിച്ചിട്ട് താഴേക്ക് അന്നേരം വീഴും. ഇപ്പൊ പോയാനെ അമ്മേ. ഇത്രയും മോൾ ഭാഗം വേണമായിരുന്നു. അയ്യോ നൈറ്റ് വന്നു. അല്ല ഞാൻ അവിടെ നിങ്ങൾ കഴിച്ചു ചേർത്തേ. അമ്മ ഇപ്പൊ ഞാൻ ആ വുഡിനെ കൊണ്ട് വീണ് വടിയാണ്. ഞാൻ അവൻ്റെ ജോയ്സ്റ്റിക്ക് അനക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല ഞാനിപ്പോൾ വടിയാണ്. അപ്പോൾ ഉറങ്ങി. ഓക്കെ ഇനി മണ്ടയിൽ കയറി ഇനി നമ്മുടെ ബ്ലോക്ക് അതിലേക്ക് എടുത്തിട്ട് ബി അടിച്ചിട്ട് നമുക്ക് ബെഡ്റോക്ക് എഡിഷനിൽ മുമ്പിലേക്ക് ലോക്ക് വെക്കാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ഓക്കെ ഞാൻ ഡൂപ്പിംഗ് ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. TNT ഡൂപ്പിംഗ് ഒക്കെ ചെയ്യാം. TNT വെച്ചൊരു പണിയുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. അങ്ങ് മുമ്പിലേക്ക് പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഓക്കെ സെറ്റ്. ഇനി ബി അടിച്ചിട്ട് ഓക്കെ ഇത്രയും പണിയുള്ളൂ. ഇപ്പം ഞങ്ങൾ താഴെക്കാടുക. എന്നിട്ട് ഇതെന്തിനാ മോളിലേക്ക് വെച്ചെന്നറിയാം. എന്തിനാ സംശയം നിങ്ങൾക്ക് ആർക്കും കാണൂല. കാരണം എന്താ? കാരണം നമുക്ക് ഈ മറ്റേ വലിയ സ്ക്രൂസിനൊരു പ്രശ്നമുണ്ട്, വലിയ മരങ്ങൾക്ക്. അതെന്താ നിങ്ങൾക്കറിയാവോ? വലിയ മരങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം. നമുക്ക് കുറച്ച് 4 ഇതുങ്ങാണ്ട് ആക്സസ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് റീച്ച് ആവില്ല. മൈനിങ്ങിന് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കൂടുതൽ റീച്ച് ആവില്ല. സൈഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റീച്ച് ആവും, പക്ഷെ മുകളിലേക്ക് അങ്ങനെ കൂടുതൽ റീച്ച് ആവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ മൈൻഡ് ചെയ്യുക. എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ആക്സ് കൊണ്ട് പെട്ടെന്ന് പൊട്ടും. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു സ്റ്റാക്ക് ബോൺ വെച്ച് എത്ര വുഡ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പിന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് കളക്റ്റായി ഇവിടെ ഇരുന്നോളൂ. ഇത് എന്താ സാപ്ലിങ്സ് ഒന്നും പോകത്തില്ല. ഇപ്പം നമുക്ക് ഇൻവെർട്ടറിയിൽ സ്പേസ് എല്ലാം തീർന്നു വിചാരിച്ചോ. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോള് വന്നു. ഞാൻ മ്യൂട്ടാക്കാൻ മറന്നു. ഓക്കെ ഇങ്ങനെ ആയിക്കോളും. ഇപ്പം നമുക്ക് ഇൻവെർട്ടറിയിൽ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചോ. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് എറിഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഈ പെട്ടിക്കകത്ത് വന്നിരുന്നുണ്ടാവും. കണ്ടോ, സാപ്ലിങ് എല്ലാം ഇതിനകത്ത് വന്നിരുന്നു. കുറേ കിട്ടി. അയ്യോ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അമ്മേ എന്തമ്മേന്ന് എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. ഞാൻ വെറുതെ ഇത്രയും ബാമ്പു ഉണ്ടാക്കിക്കൊണ്ട് വന്നു. 2 സ്റ്റാക്ക് ബാമ്പു, കുറച്ച് ഇത് ഉപയോഗിച്ചോളൂ. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കല്ല ഞാൻ ഇത് ഫേസ് ക്യാമറ ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ പോലെ അതിൻ്റെ അടുത്ത എപ്പിസോഡ് ഞാൻ വരുമ്പോഴേക്കും
അയ്യോ ഞാൻ ഒരു സ്റ്റാക്ക് ബോൺ വെച്ച് എന്തോരം വുഡ് ഇതിനകത്തുനിന്ന് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.